സംഘങ്ങൾ മുഴുവനുണ്ട്. വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചാന്റെ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? അങ്ങനെ ചോദിച്ചേ. അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ച് മിനിക്കിയ വെള്ള ഷർട്ടും മുണ്ടൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിന് അവിടെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല അല്ലേ? എന്റെ പറച്ചിന് കടവ് മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി. എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ, നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ, കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ, ഇത് അവിയലാണെന്നും ബീട്രൂട്ട് ആണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്. ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാട് ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്കെ അങ്ങ് പോകും. 2 ആഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. പിന്നൊരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെയാകും. അനക്കോ അല്ല, മിണ്ടാട്ടോ അല്ല, ഉരിയാട്ടോ അല്ല, എവിടെയെങ്കിലും കൊണ്ടിരിക്കുക അവിടെ അങ്ങ് ഇരുന്നോളെ. പരസ്പരം കാണുന്ന പോലും അലർജിയാകും. അതുപോലെ ആകരുത് നിന്റെ ജീവിതം.